ഓം നമോ നാരായണായ. ദശകം 1 4-ാമത്തെ ശ്ലോകം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നീലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലാസല്യം ഖലു വിമലതരം സത്തമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വജസ്തു കലാസ്വേവ ഭൂമൻ. ശ്ലോകം 5. നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യക്രിയാമീക്ഷമാണാഖ്യം തേനൈവോദേതി ലീനാ പ്രകൃതിരസദീയ കൽപ്പാഭികൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സുമഹിമ വിഭവ ഗുണ്ടവൈകുണ്ഠരൂപം. ശ്ലോകം 6. തത്തേ പ്രത്യഗ്ധാരാധരലളിതകളായാവലി കേലികാരം ലാവണ്യസൈകസാരം സുഹൃതിജനദിശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃത സെന്തസന്തോഹമന്ദ സിഞ്ചസഞ്ചിന്തികാനാം ബപുരനുകലയേ മാരുതാഘാരനാഥ. ശ്ലോകം 7. കഷ്ടാദേ സൃഷ്ടിചേഷ്ടാ ബഹുതരഭവ ഗേതാവഹ ജീവഭാജ ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവ മധ്യാഭിജാനേ നോ ചേ ജീവാഃ കഥം വാ മധുരതരമിദം ത്വദ്വഭുച്ഛിദ്രസാദം നേത്രൈः സ്തോത്രൈശ്ച പീത്വാ പരമരസസുധാം ബോധിപൂരേ രമേരൻ. നമസ്തേ. നാരായണീയത്തിൽ 1-ാമത്തെ ദശകത്തിൽ 4-ാമത്തെ ശ്ലോകം. അതിൽ ഭട്ടതിരിപ്പാട് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഒരു പ്രത്യേകമായ തത്വത്തിലേക്കാണ്. അദ്ദേഹം പറയുന്നത് ഗുരുവായൂരപ്പൻ നിഷ്കളനായ പരബ്രഹ്മം തന്നെ എന്നാണ്. നിഷ്കളൻ എന്ന് പറയുമ്പോൾ കലയില്ലാത്തവൻ, അടയാളം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്ന അങ്ങനെയുള്ളതൊന്നുമില്ലാത്തവൻ എന്നർത്ഥത്തിലാണ് നിഷ്കളൻ. അതായത് രൂപമില്ലാത്തവൻ എന്നർത്ഥത്തിൽ തന്നെയാണ്. ഭട്ടതിരിപ്പാട് ഒന്നുകൂടി പറയുന്നത് ഭഗവാൻ സകളനുമാണ്, സകലനുമാണ്, നിഷ്കളനുമാണ്. അങ്ങനെ 2 അവസ്ഥയിലും ഭഗവാന് ജനങ്ങൾക്ക് അനുഗ്രഹം ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ ആ മൂർത്തി ആരാണ്, ആ രൂപം ഇതൊക്കെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ആ മൂർത്തിയുടെ അനുഗ്രഹം ലഭിക്കുന്നു. മറ്റത് ബ്രഹ്മം നമ്മുടെ അനുഗ്രഹിക്കുന്നു, മോക്ഷം നൽകുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ 2 കർമ്മവും ചെയ്യുന്നു. ഒരു ബ്രഹ്മം എന്താണോ നൽകുന്നത്, ആ ബ്രഹ്മം ആത്യന്തികമായ മോക്ഷം, കൈവല്യ മോക്ഷം നൽകുന്നു. എന്നാൽ രൂപത്തിലുള്ള ബ്രഹ്മമായ ഗുരുവായൂരപ്പനോ എന്താണോ സാധാരണ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് സാധിപ്പിച്ചു കൊടുക്കും. അത് ഭഗവാനല്ലാതെ മറ്റാർക്കും അത് സാധ്യമല്ല എന്നാണ് പറയുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗുരുവായൂരപ്പൻ്റെ. മഹാവിഷ്ണുവാണ് ഗുരുവായൂരപ്പൻ. ആ മഹാവിഷ്ണുവാണ് സർവ്വവ്യാപിയായി നിലനിൽക്കുന്ന ബ്രഹ്മവും. പക്ഷേ ആ മഹാവിഷ്ണു തന്നെയാണ് ദശാവതാരങ്ങൾ എടുത്തുകൊണ്ട് ഭൂമിയിൽ ധർമ്മത്തെ പരിപാലനം ചെയ്യാനായിട്ട് വന്നതും. അതും നമ്മൾ ആലോചിക്കണം. രൂപമില്ലാത്ത ആ മഹാവിഷ്ണു രൂപത്തോടുകൂടി കൃഷ്ണനായും രാമനായും പരശുരാമനായും ഒക്കെ അവതരിച്ചുകൊണ്ട് ലോകത്ത് സമാധാനവും ശാന്തിയും വരുത്തി എന്ന രീതിയിൽ നമ്മൾ അദ്ദേഹത്തെ സാകാര സഗുണഭാവത്തിലും നമ്മൾ ആരാധിക്കണം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ 22ഓളം അവതാരമുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ദശാവതാരം എന്ന് പറയും. അതല്ലാതെ വേറെയും അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. ആ അവതാരങ്ങളുടെ ഉദ്ദേശം എന്താ വെച്ചാൽ
അദ്ദേഹം മനുഷ്യരൂപത്തിൽ തന്നെയാണ് എല്ലാ അവതാരവും സ്വീകരിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജീവികളായിട്ടോ പക്ഷിയായിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ആ മനുഷ്യനിൽ തൻ്റെ ചൈതന്യത്തെ പ്രസരിപ്പിച്ച് ആ വ്യക്തിയെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിച്ച് പിന്നീട് ആ ചൈതന്യത്തെ പിൻവലിച്ചുകൊണ്ട് തൻ്റെ ഒരു അവതാര ദൗത്യം നിർവഹിക്കുന്നുണ്ട്. അതിനെ ആവേശാവതാരം എന്ന് പറയും. പരശുരാമ മഹർഷിയുടെ അവതാരം അങ്ങനെയാണ്. ജമദഗ്നി മഹർഷിയുടെ മകനാണ് അദ്ദേഹം. ആദ്യകാലത്ത് സാധാരണ ഒരു ഋഷിപുത്രൻ എന്ന നിലയാണ് അദ്ദേഹം വളരുന്നതും കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ഭഗവാൻ പ്രത്യേക ദൗത്യം പരശുരാമന് നൽകുന്നത്. ദുഷ്ടന്മാരായ ക്ഷത്രിയ രാജാക്കന്മാരെ വധിച്ച് ജനങ്ങൾക്ക് ശാശ്വതമായ സമാധാനം നൽകാൻ തൻ്റെ ചൈതന്യത്തെ, വൈഷ്ണവ ചൈതന്യത്തെ ഈ ജമദഗ്നിപുത്രനിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. അതിനുശേഷം ആ ദൗത്യം പൂർണ്ണമായിട്ടും അദ്ദേഹം നിർവഹിച്ചു. എന്നിട്ടോ പിന്നീട് അടുത്ത അവതാരം എന്ന് പറയുന്നത് ശ്രീരാമാവതാര സമയത്ത് പരശുരാമ മഹർഷി ഭഗവാനെ വഴിമധ്യത്തിൽ വെച്ച് സംസാരിച്ച് ഭഗവാൻ ഏൽപ്പിച്ച വൈഷ്ണവ ചൈതന്യത്തെ തിരിച്ചു നൽകുന്നുണ്ട്. ആ വിവാഹമൊക്കെ കഴിഞ്ഞ് സീതാദേവി വിവാഹം കഴിച്ച് അയോധ്യയിലേക്ക് മടങ്ങുന്ന സന്ദർഭം. ആ സമയത്താണ് വഴിമധ്യത്തിൽ പരശുരാമൻ കാണുന്നത്. ശ്രീരാമൻ ക്ഷത്രിയനായിട്ട് ആണ് ജനിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ക്ഷത്രിയരെ വധിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം, മാത്രമല്ല താങ്കൾ ചെയ്ത വലിയൊരു തെറ്റ് എൻ്റെ പേരാണ് അങ്ങിട്ടിരിക്കുന്നത്, എങ്ങനെ ധൈര്യം വന്നു, രാമനെന്ന എൻ്റെ പേര് എങ്ങനെ ക്ഷത്രിയനായി താൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് വളരെ ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട് രാമനെ. ഇത് മുഴുവനും കേട്ടു ഭഗവാൻ. അപ്പോൾ ഒരു മറുപടി പറയുന്നുണ്ട്, ഞാൻ ജനിച്ചുപോയി ക്ഷത്രിയനായിട്ട്, പക്ഷേ എനിക്ക് ചില ദൗത്യം നിർവഹിക്കാനുണ്ട്, അതിനാണ് ഈ അവതാരം വെറുതെയല്ല. താങ്കൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഇപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങയുടെ കയ്യിലുള്ളൊരു വൈഷ്ണവ ചാപം മുറിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ശ്രമിച്ചു നോക്കാം, പരാജയപ്പെട്ടാലങ്ങ് എന്നെ വിമർശിക്കരുത് എന്ന് പറഞ്ഞ വൈഷ്ണവ ചാപം ഏറ്റുവാങ്ങി ഭഗവാൻ ആ ലക്ഷ്യം, അതായത് അമ്പ് എഴുതി ആ ലക്ഷ്യം എവിടെയാണെന്ന് ചോദിക്കുമ്പോഴാണ് പരശുരാമൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നത്. താൻ ആരോടാണ് ഇങ്ങനെ സംസാരിച്ചത്? സാക്ഷാൽ മഹാവിഷ്ണുവിനോടാണ്. അദ്ദേഹമാണ് എനിക്ക് ചൈതന്യമൊക്കെ നൽകിയത്. ആ ചൈതന്യം ഇപ്പോൾ ഞാൻ വൈഷ്ണവ ചാപത്തിലൂടെ തിരിച്ചു നൽകി മഹാവിഷ്ണുവിന്, ശ്രീരാമനായ മഹാവിഷ്ണു. ഇനിയിപ്പോൾ എനിക്കൊരു ശക്തിയുമില്ല, അങ്ങൻ്റെ ചൈതന്യം തിരിച്ചെടുത്തുവല്ലോ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പരശുരാമൻ ചോദിക്കുന്നുണ്ട്. പോയി തപസ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പരശുരാമനെ അയച്ചു. ഇപ്പോഴും പരശുരാമൻ ചിരഞ്ജീവിയായിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതുമാത്രമല്ല, ഭാഗവത്തിലെ പ്രഥമസ്കന്ധത്തിലെ 1-ാം അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകത്തിൽ വ്യാസമഹർഷി പറഞ്ഞു, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ശ്രീകൃഷ്ണൻ സ്വയം ഭഗവാൻ തന്നെയാണ്, സകല ഐശ്വര്യത്തോടു കൂടിയ ആ ഭഗവാൻ തന്നെ മഹാവിഷ്ണു തന്നെയാണ് എന്നതിൽ അർത്ഥശങ്കയ്ക്കിടയാതെ പറയുന്നുണ്ട്. അതുപോലെ ബ്രഹ്മസൂത്രത്തിലെ 1-ാം അധ്യായത്തിലുള്ള 2-ാം പാദത്തിലെ 29-ാമത്തെ സൂത്രത്തിൽ ശമ്യരഥൻ എന്ന ആചാര്യൻ പറഞ്ഞ അഭിപ്രായം ഒന്ന് ശ്രദ്ധിക്കുക. അഭിവ്യക്തേരിത്യാസ്മരഥ്യ എന്നാണ് അതിൻ്റെ സൂത്രവാക്യം. ഭക്തന്മാരുടെ ഭാവനയ്ക്കനുരൂപമായി ഭഗവാൻ അതാത് സമയത്ത് ഉചിതമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും അവർക്ക് ദർശനം നൽകുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുകൊണ്ട് പരബ്രഹ്മം നിർഗുണനും നിരാകാരണമാണെങ്കിലും സഗുണ സാകാര വർണ്ണനം ഉചിതം തന്നെയാണ്. ഭഗവാനെ, മഹാവിഷ്ണുവിനെ നിങ്ങൾക്ക് പരബ്രഹ്മമായി രൂപമില്ലാത്തവനായിട്ടും ആരാധിക്കാം. അതേസമയം നിങ്ങളുടെ മനസ്സിൽ ഒരു രൂപമായിട്ടാണ് സങ്കല്പിച്ച് ആരാധിക്കാൻ സൗകര്യം എങ്കിൽ ആ രൂപത്തിലും നിങ്ങൾക്ക് ആരാധിക്കാം. ഈ മഹാവിഷ്ണുവിന് നിരാകാര നിർഗുണൻ ആണായ ഭഗവാന് സഗുണനാകുവാനും സാധിക്കും, അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയും ശരിയാണ് എന്നാണ് ഇവിടെ സമർത്ഥിക്കുന്നത് അർത്ഥം. പിന്നെ മറ്റൊരാചാര്യൻ, ബാദരായണാചാര്യൻ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നത് അനുസ്മൃതിയർ ബാദരി എന്നാണ്. ബാദരായണൻ
പരബ്രഹ്മ പരമാത്മസ്വരൂപിയായ ഈശ്വരൻ കാലദേശങ്ങൾക്കും നാമരൂപങ്ങൾക്കും ഗുണകർമ്മങ്ങൾക്കും അതീതനാണെങ്കിലും ഭക്തന്മാർക്ക് ആരാധിക്കുവാനും ധ്യാനിക്കുവാനും സ്തുതിക്കുവാനും വേണ്ടി കാലദേശങ്ങൾക്കും നാമരൂപങ്ങൾക്കും ഗുണകർമ്മങ്ങൾക്കും വിധേയനാക്കി വർണ്ണിക്കുന്നതിൽ തെറ്റില്ല. ബ്രഹ്മോപാസന ചെയ്യുന്ന ഒരാൾക്ക് തന്നെ ഭഗവാനെ രൂപത്തിലും ആരാധിക്കാം, ഒരു തെറ്റുമില്ല എന്നാണ് പറയുന്നത്. വലിയൊരു തത്വമാണ് അദ്ദേഹം പറയുന്നത്. കാലദേശങ്ങൾക്കും, പരബ്രഹ്മത്തിന് കാലമില്ല, ദേശമില്ല, അതിനൊക്കെ അതീതനാണ്. നാമരൂപങ്ങളുമില്ല, പേരുമില്ല, രൂപമില്ല. ഗുണകർമ്മങ്ങൾക്കൊക്കെ അതീതനാണ്, അത് നമുക്കറിയാമല്ലോ, സർവ്വവ്യാപിക്കും. പക്ഷേ ആ ബ്രഹ്മം തന്നെയാണ് ഭക്തന്മാർക്ക് ആരാധിക്കുവാനുള്ളൊരു സൗകര്യത്തിനായി ഈ രൂപത്തെ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഭഗവാൻ കാലത്തിന് വിധേയനാകുന്നു. മറ്റത് ബ്രഹ്മമാണെങ്കിൽ കാലാതീതനാണ്, പക്ഷേ അവതാരമെടുത്താൽ അതൊരു അവസാനമുണ്ടല്ലോ, അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകണം. അപ്പോൾ കാലത്തിന് വിധേയനാണ്. അതുപോലെ തന്നെ നാമരൂപങ്ങൾ ഉണ്ട് അദ്ദേഹത്തിന്, കൃഷ്ണനായും രാമനായും ഒക്കെയുള്ള രൂപമുണ്ട്. പിന്നെ ഗുണകർമ്മങ്ങൾ, ഭഗവാൻ കർമ്മങ്ങൾ ചെയ്യുന്നു. അതാത് സമയത്ത് സത്വഗുണമായ കർമ്മങ്ങൾ ചെയ്യുന്നു, രജോ ഗുണമായ കർമ്മങ്ങൾ ചെയ്യുന്നു, തമോ ഗുണമായ കർമ്മങ്ങൾ ചെയ്യുന്നു. ആ നിലയിൽ കാലദേശാതീതനും കാലദേശാന്തർഗതനും നിരാകാരണം സാകാരണം ഒക്കെ ആവാൻ ഈശ്വരന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഭക്തന്മാർക്ക് ഭഗവാനെ ഏത് രൂപത്തിലും ആരാധിക്കാം. ഭഗവാന്റെ പത്നിയാണ് രുക്മിണി ദേവി. ദ്വാരകയിൽ അങ്ങനെ വിവാഹം കഴിഞ്ഞ് തൻ്റെ ജീവിതം തുടങ്ങിയ ഘട്ടത്തിൽ രുക്മിണി ദേവി പറഞ്ഞു, എനിക്ക് അങ്ങയുടെ വിഗ്രഹം വേണം. ആരോടാ ചോദിക്കും? സ്വന്തം ഭർത്താവിനോട് അടുത്ത് നിൽക്കുന്ന കൃഷ്ണനോടാണ്. അതിനെന്താ, തരാമല്ലോ. പക്ഷേ ഏത് ഭാവത്തിലുള്ള അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള വിഗ്രഹമാണ് വേണ്ടത്? ബാലകൃഷ്ണ രൂപത്തിൽ, അങ്ങ് കുട്ടിയായിരിക്കുമ്പോൾ ആ രൂപമുണ്ടല്ലോ, അതിനനുസൃതമായൊരു വിഗ്രഹം വേണ്ടത്. ഭഗവാൻ അത് ഉടനെ തയ്യാറാക്കിച്ച് തൻ്റെ പത്നി കൊടുക്കും. ഇതിൽ നിന്നെന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ മനസ്സിൽ ഇണങ്ങിയ ഏത് രൂപവുമായും ഭഗവാനെ ആരാധിക്കാം. ചിലർക്ക് ഉണ്ണിക്കണ്ണനെ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് മയിൽപ്പീലിയൊക്കെ ചാർത്തിയ കൃഷ്ണനായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണനായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ വെണ്ണ തിന്നുന്ന കൃഷ്ണനായിരിക്കും, ആലില കൃഷ്ണനായിരിക്കാം, അതുപോലെ മുതിർന്ന ആ കംസനെ വധിച്ച കൃഷ്ണനായിരിക്കാം, ചാണൂരന്മാരുമായിട്ട് ഏറ്റുമുട്ടിയ കൃഷ്ണനായിരിക്കാം, അതുപോലെ രുക്മിണി വിവാഹം കഴിച്ച കൃഷ്ണനായിരിക്കാം. ഏത് രൂപത്തിലും നിങ്ങൾക്ക് ഏത് രൂപം സെലക്ട് ചെയ്യാം. അതും നമ്മുടെ ഇഷ്ടമാണ്. ഇഷ്ടദേവതാരാധന, അതാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. ഒരാൾ ഇന്ന രൂപത്തിൽ പ്രാർത്ഥിച്ചാൽ നമ്മളത് കണ്ണടച്ച ആ രൂപത്തിൽ പ്രാർത്ഥിക്കണമെന്നില്ല. നിങ്ങൾക്കിഷ്ടപ്പെട്ട രൂപത്തിൽ നിങ്ങളുടെ ഇഷ്ടദേവതയെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം എന്ന കാര്യവും കൂടി ഇവിടെ വ്യക്തമാവുകയാണ്. ഇനി 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ വിശേഷിപ്പിക്കുകയാണ്. ജന്മമില്ലാത്തവനാണങ്ങ്, അങ്ങ് കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അങ്ങയുടെ നോട്ടം മതി, അതിലാണ് ഈ പ്രകൃതി, ഈ മായ ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. ഈക്ഷണം എന്നാണ് പറയുന്നത്. ഈക്ഷണം നിർവ്യാപാരോപി നിഷ്കാരണമച വജസേയത് ക്രിയ വീക്ഷണാഖ്യാം. ആ ഈക്ഷണത്തിൻ്റെ, ഭഗവാന്റെ നോട്ടത്തിൻ്റെ ശക്തി ഇവിടെ വിശദീകരിക്കുകയാണ്. അതിൽ പ്രകൃതി ലയിച്ചിരിക്കുന്നു, സൃഷ്ടി സമയത്ത് അത് വേർപിരിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ബ്രഹ്മാവിൻ്റെ പകൽ സമയത്താണ് സൃഷ്ടികർമ്മം. ബ്രഹ്മാവിൻ്റെ പകലിനെ പകൽക്കൽപ്പം എന്ന് പറയും. ബ്രഹ്മാവ് സൃഷ്ടി മതിയാക്കി ഉറങ്ങാൻ പോയാലാണ് പ്രളയം വരുന്നത്, ബ്രഹ്മപ്രളയം. അതാണ് രാത്രികൽപ്പം. ബ്രഹ്മാവിൻ്റെ പകലിൻ്റെ ദൈർഘ്യം എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമുക്ക് 4 യുഗങ്ങളെപ്പറ്റി അറിയാം. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗങ്ങളും എത്രയോ ലക്ഷം വർഷം അടങ്ങിയതാണ്. അങ്ങനെയുള്ള ഈ ചതുർയുഗം 71 ചതുർയുഗം കൂടിയാലാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 284 യുഗങ്ങൾ കൂടിയതാണ് ഒരു മന്വന്തരം. അങ്ങനെയുള്ള 14 മന്വന്തരങ്ങൾ ചേരുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ സമയം, സൃഷ്ടി സമയം നടക്കുന്നത്.
അപ്പോൾ എത്ര കാലദൈർഘ്യം ഒന്നാലോചിച്ച് നോക്കണം. ആ രീതിയിൽ സൃഷ്ടികർമ്മം ബ്രഹ്മാവ് നടത്താൻ ഭഗവാന്റെ സഹായം എങ്ങനെ? വെറും നോട്ടം മതി എന്നാണ് പറയുന്നത്. ഒരു നോട്ടം ഒന്ന് അവിടെ സൃഷ്ടി തുടങ്ങി. ഭഗവാൻ ഇരുന്നങ്ങോട്ട് സൃഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ്. അതേസമയം ആ ബ്രഹ്മപ്രളയം വരുമ്പോഴോ എല്ലാം ഭഗവാനിൽ ലയിക്കുന്നു. ഈ ബ്രഹ്മാവടക്കം ലയിക്കുന്നു എന്നാണ് പറയുന്നത്. മഹാവിഷ്ണുവിൽ ലയിക്കുന്നു. പിന്നെ ഇരുട്ടാണ്, മുഴുവനും ജലം. പിന്നെ വീണ്ടും പകൽ വരുമല്ലോ. അപ്പോഴീ ബ്രഹ്മാവും വീണ്ടും പുനർജനിക്കുന്നു. ഈ ചരാചരങ്ങൾ മുഴുവനും പുനർജനിക്കുന്നു പകൽ സമയത്ത്. മുമ്പ് എങ്ങനെയാണ് ഉണ്ടായത് അതേപോലെ എന്നർത്ഥം. ഇപ്പോൾ നമ്മളൊക്കെ ബ്രഹ്മാവിൻ്റെ പകലിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ ഈ പകൽ, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ആ കൽപ്പത്തിൻ്റെ പേര് ശ്വേതവരാഹ കൽപ്പം എന്നാണ്. ഇപ്പോൾ നമ്മുടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൽപ്പത്തിൻ്റെ പേര്. ഇതുപോലെ 14 മന്വന്തരം, അതിലെത്രയോ കലിയുഗങ്ങൾ, 71 കലിയുഗങ്ങൾ കഴിയും. 284 യുഗങ്ങളുണ്ടല്ലോ, അതിൽ കലിയുഗം 71 തവണ ആവർത്തിക്കും. അങ്ങനെ മുമ്പത്തെ ആ അതേപോലെ പകലുള്ള സമയം പോലെ പിന്നീട് രാത്രി കഴിഞ്ഞ് പകലുണ്ടാവും. അപ്പോൾ പകലുണ്ടായത് അങ്ങനെ തന്നെ ആവർത്തിക്കുകയാണ് പിന്നെ പിറ്റത്തെ ദിവസം. ഈ കലിയുഗം അങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ അടുത്ത കലിയുഗം വരുമ്പോൾ നമ്മളും ഇതുപോലെ ആ സമയത്തുണ്ടാവുന്നു. ആവർത്തനമാണല്ലോ, കാലചക്രം എന്നല്ലേ പറയും. ചക്രം എങ്ങനെയാണ് തിരിഞ്ഞ് ഒരേ സ്ഥലത്തിന് എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ഇല്ലാതാവുന്നില്ല. ഈ കലിയുഗത്തിലെ ഈ ദിവസം, ഇപ്പോൾ നമ്മൾ ജനുവരി 30-ാം തീയതി അല്ലേ നമ്മളിത് അവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിങ്ങനെ മാറി അടുത്ത കലിയുഗം വരുമല്ലോ. 3 യുഗം കഴിഞ്ഞാൽ 4ാമത് കലിയുഗം. ആ കലിയുഗത്തിലും വരും ഈ ദിവസം. ഈ ജനുവരി 30 അപ്പോഴും വരും. ആ സമയത്ത് നമ്മളൊക്കെ ഇതുപോലെ ഇരിക്കണ്ടാവും. ഞാൻ പറയുന്നുണ്ടോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പോൾ നമ്മളില്ലാതാവുന്നില്ല ഒരിക്കലും. അത് ഗീതയിൽ ഭഗവാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ ഒരു സത്യം ഒന്നുകൂടി ഇവിടെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. പിന്നെ അതുമല്ല, ഈ പ്രപഞ്ചത്തെ ഞാനാണ് ഭരിക്കുന്നത് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗദ്യുപരി വർത്തതേ. അർജുന, എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് പ്രകൃതി അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചകാര്യം നിർവിഘ്നം നടന്നു പോകും. നമ്മളൊരു ഈശ്വരനില്ല, വെറുതെ അങ്ങനെ കടന്നു പോവുകയാണ്. ആരുമില്ല, ദൈവവിശ്വാസമൊന്നും വേണ്ട, അതൊക്കെ അന്ധവിശ്വാസമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവർക്കൊക്കെയുള്ള മറുപടിയാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമുക്ക് രാവിലെ ഉണ്ടാവുന്നു, എങ്ങനെ നമുക്ക് ഉച്ചയുണ്ടാവുന്നു, എങ്ങനെ രാത്രിയാവുന്നു, എങ്ങനെ ഓരോ ഋതുക്കൾ വരുന്നു, ഹേമന്തം, ശിശിരം, വസന്തം, വർഷം, ഇതൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ. അതാരാണ് അപ്പോൾ നിയന്ത്രിക്കുന്നത്? നിയന്ത്രണമില്ലെങ്കിൽ തോന്നിയ പോലെ വരില്ലേ, തിരിച്ചു വരില്ലേ? അല്ലെങ്കിൽ ഋതുക്കളെ ഉണ്ടാവില്ലല്ലോ. ആ മാവ് ഒക്കെ പൂക്കുന്ന കാലം പതിവായിട്ട് ആ കാലത്ത് തന്നെയാണത് പൂക്കുന്നത്. അതുപോലെ അതിനുണ്ടാകുന്ന ഫലങ്ങളും അതേപോലെ തന്നെ ഉണ്ടാകുന്നു. കാലം മാറിയെന്ന് പറഞ്ഞിട്ട് അതിന് മാറ്റം വരുന്നുണ്ടോ? ഇല്ല. മനുഷ്യൻ്റെ രൂപത്തിന് മാറ്റം വരുന്നുണ്ടോ? ഏത് കാലത്താണ് മനുഷ്യനുണ്ടായത് അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ രൂപം, പുരുഷൻ്റെ രൂപവും സ്ത്രീയുടെ രൂപം അതുപോലെ തന്നെയല്ലേ. നമ്മളെപ്പോഴും പറയും കാലം മാറിയൊക്കെ മാറി വരികയാണ്, അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എവിടെ മാറണം? നമ്മൾ ഉണ്ടോ? വളരെ മുമ്പ് മനുഷ്യൻ്റെ കണ്ണ് പിന്നിലായിരുന്നു, ഇപ്പോഴാണ് മുമ്പിലായത് എന്നാരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? എവിടെയില്ല. വളരെ മുമ്പ് രാവിലെ മാങ്ങയായിരുന്നു, ഇപ്പോൾ അതാ ഇത് എന്താ ചക്ക പിടിക്കും ഇന്ന് എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ പണ്ട് എങ്ങനെയാണോ മാവിലെ മാങ്ങകൾ അതേപോലെ ഇന്നുണ്ട്. പിന്നെ എവിടെയാണ് മാറ്റം? നമ്മുടെ അവയവങ്ങൾക്ക് മാറ്റമുണ്ടോ? കൈകൾ പിന്നിലായിട്ടുണ്ടോ? ഇതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കാലത്തിനെ കൂട്ടുപിടിക്കുകയാണ്, നമ്മുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ. അവിടെയാണ് കാലവ്യത്യാസം വരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ആ
വിഷ്ണു തന്നെയാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തവണ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ജീവികളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ദുഃഖം തന്നെയല്ലേ ഗുരുവായൂരപ്പ, പിന്നെ എന്തിനങ്ങ് സൃഷ്ടിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ഞാനിപ്പോൾ തിരുത്തി. എന്താ അദ്ദേഹം പറയുന്നത് അറിയോ? 7ാമത്തെ ശ്ലോകത്തിൽ, അങ്ങ് സൃഷ്ടിച്ചത് കൊണ്ടല്ലേ എനിക്ക് അങ്ങയെ വന്ന് തൊഴാൻ പറ്റുന്നത്. ഗുരുവായൂർ വന്ന് തൊഴണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ജീവിയായി വരണ്ടേ? ആ ജീവി ആയതുകൊണ്ടല്ലേ ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അങ്ങ് സൃഷ്ടിക്കുന്നില്ലെങ്കിൽ എങ്ങനെ നേരിട്ട് ബ്രഹ്മമായി അങ്ങയെ കാണാൻ പറ്റും? ഇപ്പം ഞാൻ അങ്ങനെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഭഗവാനെ, എൻ്റെ ഈ വാതരോഗമുണ്ടല്ലോ അത് അങ്ങ് മാറ്റിത്തരയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നമസ്തേ.